ഹായ്, വെൽക്കം ബാക്ക് ടു വാഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മറൈൻ വേൾഡിലാണ്. ഇവിടെ മത്സ്യകന്യക എത്തിയെന്നും മറ്റു കടലിലെ 1-2 മീനുകൾ ഒഴിച്ച് ബാക്കി എല്ലാ മീനുകളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. പക്ഷേ കണ്ടപ്പോൾ ഒരു കടലിൻ്റെ അകത്ത് പോയ ഒരു ഫീലാണ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടായത്. എന്തായാലും അവർ അടിപൊളിയായിട്ട് അവിടെ ആ ഒരു ഷോ വന്നിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും നോക്കാം ആ കാഴ്ചകളെല്ലാം. ആദ്യമേ തന്നെ നമുക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറുമ്പം പല തരത്തിലും പല നിറത്തിലുമുള്ള തത്തകളാണ് അങ്ങോട്ടേക്ക് പറന്ന് കളിക്കുന്നത്. വേണമെങ്കിൽ നമുക്കതിനെ ഒന്ന് കയ്യിലേക്ക് എടുത്ത് ഹാൻഡ് ഫീഡിങ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഒപ്പം അവിടെ കുട്ടികളൊക്കെ വന്നിട്ട് അവിടെ ഉല്ലാസിച്ച് നല്ല കളിക്കുകയാണ് അങ്ങോട്ടേക്ക് ആ തത്തകളെ കൂടെ വന്നിട്ട്. ഭയങ്കര അവർക്ക് സന്തോഷത്തിലും കൂടിയാണ്, ഒന്നാലെ വെക്കേഷനും കൂടിയാണ്. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് നല്ല രീതിക്കുള്ള ഒരു സന്തോഷവും അങ്ങോട്ട് ആഘോഷിച്ച് ആ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അവരൊക്കെ. എന്നാൽ പിന്നെ ഞാനും കൂടി അങ്ങോട്ടേക്ക് ഹാൻഡ് ഫീഡിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തത്തകൾക്ക് വന്നിട്ട് ഓരോ തത്തകളിങ്ങനെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഓരോ സീഡും വന്നിട്ട് എടുത്ത് കഴിക്കുകയായിരുന്നു. പിന്നെ ആ കാഴ്ചകളെല്ലാം അങ്ങോട്ടേക്ക് കണ്ടുവരുമ്പോൾ പിന്നെ ചെറിയ പക്ഷികളും പൈത്തോണും റാബിറ്റും അങ്ങനെ പല തരത്തിലുള്ള ചെറിയ ചെറിയ അനിമൽസാണ് അവിടെ കാണാൻ പറ്റിയത് നമുക്ക്. പിന്നെ ആ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മൾ അറിഞ്ഞതുപോലെ കടലിലുള്ള 1-2 മീനുകൾ ഒഴിച്ച് ബാക്കി എല്ലാ വെറൈറ്റി മീൻസും ഇവിടെ ഉണ്ട്. ചെറിയ മീൻ മുതൽ വലിയ മീൻ വരെ പല തരത്തിലുള്ള മീനുകളാണ് അവിടെ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അതടുത്ത് നോക്കാം വന്നിട്ട്.
പിന്നെ നമ്മളെ വിചാരിച്ചതുപോലെ തന്നെ അടുത്ത നമ്മളുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന സ്കൂബ ഡൈവിങ്ങും മത്സ്യകന്യകയും. കോഴിക്കോട് മത്സ്യകന്യക എത്തിയെന്ന് പറഞ്ഞത് അത് കടലിൽ കാണാൻ പറ്റിയെങ്കിലും നമുക്ക് ഈ മറൈൻ വേൾഡ് കൂടി നമുക്ക് അത് കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ടാണ് അവിടെ ആ വെള്ളത്തിൽ കൂടി അവർ എല്ലാവരെയും ആകർഷിച്ച് അങ്ങോട്ടേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ മാത്രം കണ്ടാൽ മതിയോ? മറൈൻ വേൾഡ് ഒരുക്കിയ അണ്ടർ വാട്ടർ ടണലും കൂടി ഒന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്കൊന്ന് അതും കൂടി നോക്കാം. ഒരു രക്ഷയുമില്ല കേട്ടോ, അത്രയും മനോഹരമായിട്ടാണ് ആ ഒരു അണ്ടർ വാട്ടർ ടണൽ അവരെ റെഡിയാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടി നടക്കുന്ന ഒരു ഫീലാണ് നമുക്കവിടെ അനുഭവപ്പെടുന്നത്. അത്രയ്ക്ക് വലിയ മീനുകളും ആ കടലിൻ്റെയും കാഴ്ചകളെല്ലാം കണ്ട് സ്കൂബ ഡൈവിങ്ങും അതിൽ കൂടി നമുക്ക് കണ്ട് ഇങ്ങനെ കടലിൻ്റെ അടിയിൽ കൂടി തന്നെ നടന്നു പോകുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ നിന്ന് അനുഭവപ്പെടുന്നത്. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് എക്സിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓരോ കടകളും അവിടെയുണ്ട്. പലതരത്തിലുള്ള മിഠായികളും മറ്റു വീട്ടു സാധനങ്ങളും അങ്ങനത്തെ പലതരത്തിലുള്ള കടകളാണ് അവിടെ വരുന്നത്. അത് പോരാത്തതിന് അവിടെ നിന്ന് അവസാനമായിട്ട് നമുക്കൊരു ഫുഡും കൂടി കഴിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് മറൈൻ വേൾഡിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇതുവരെയായിട്ടും പോകാത്തവർ തീർച്ചയായിട്ടും കോഴിക്കോടിലെ
മറൈൻ വേൾഡിൽ അക്വേറിയത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആഷി രാജേഷ് കപ്പിൾ ബ്ലോഗ്സിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം.